ബോർഡ് എക്സാമിന് നല്ല രീതിയിൽ എയിം ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സബ്ജക്റ്റിന്റെ സിലബസ് എന്താണ്, മാർക്ക് വെയിറ്റേജ് എന്താണ് എന്നാണ്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് സയൻസിലേക്ക് വരുമ്പോൾ അതിന്റെ സിലബസും വെയിറ്റേജ് അറിഞ്ഞാൽ മാത്രമാണ് ഓരോ ചാപ്റ്ററിലും നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് മനസ്സിലാവാം. അപ്പോൾ മിസ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ സയൻസിന്റെ എസ്പെഷ്യലി ബയോളജിന്റെ വെയിറ്റേജ് അനുസരിച്ച് എങ്ങനെ പഠിക്കാമെന്നാണ്. ബയോളജിയിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ കംപ്ലീറ്റ് സയൻസ് എടുക്കുമ്പോൾ 80 മാർക്സിന്റെ എക്സാം ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാം പാറ്റേൺ നമുക്കറിയാം, MCQ ബേസ്ഡ് ഉണ്ട്, അസൈഷൻ ബേസ്ഡ് ഉണ്ട്, ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ, കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ 80 മാർക്കിൽ 30 മാർക്കോളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ബയോളജിയിൽ നിന്നാണ് വരുന്നത്. അതിൽ ആദ്യത്തെ പ്രോസസ്സ്, അതായത് ലൈഫ് പ്രോസസ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം 9 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. കാരണം അത്രത്തോളം സിസ്റ്റംസ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഡൈജഷൻ ആണെങ്കിലും, റെസ്പിറേഷൻ ആണെങ്കിലും, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും, എക്സ്ക്രീഷൻ ആണെങ്കിലും. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വരുമ്പോൾ അതിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് നമ്മൾ എടുത്താലും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷെ അതിലെ പ്രോസസ്സ്, ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെറിഡിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ജെനറ്റിക്സും കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതും 7 മാർക്കോളം ചോദ്യങ്ങൾ വരുന്നതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റത്തേക്ക് വെക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റ് ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യണം, അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ സയൻസിൽ ബയോളജി എടുക്കുമ്പോൾ ഇത്രത്തോളം ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ഈ വെയിറ്റേജ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കുക. ഇതുപോലെ ബാക്കിയുള്ള സയൻസ് സബ്ജക്റ്റും ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും. അത് മാത്രമല്ല 10th ബോർഡ് എക്സാമിന് ടോപ്പ് ലെവൽ സ്റ്റുഡൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ അടിപൊളിയായിട്ട് അച്ചീവ് യുവർ ഡ്രീംസ്. ഓൾ ദി ബെസ്റ്റ്. മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ